ഇത് ദിവസവും ഞാനൊരു ഇത് ഓതണം എന്നാണ് എന്നോട് എല്ലാവരും പറയല്. പക്ഷെ മാക്സിമം ഞാന് പിന്നെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഓതാൻ പറ്റും ശ്രമിക്കലുണ്ട്. എന്നാലും ഒരു പേജെങ്കിലും ഓതാൻ എപ്പോഴും ഇതാക്കണം. ഞാൻ ഓതി ഇവിടെ എത്തിച്ചിരിക്കണം. ഇതാ ഞാനിത് ഇങ്ങനെ ഒരു പേജെങ്കിലും ഓതും. അപ്പൊ അതിന് ഈ ഷെഫി മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ആ 2-3 പ്രാവശ്യം ആ ഖുർആൻ ഒരു നമ്മളൊക്കെ വീട്ടിലുള്ള ഒരു നോവൽ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ പിള്ളേർ ബാലരമ കളിക്കുടുക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ വളരെ നിസ്സംഗമായ ഭാവത്തിൽ വളരെ ഗൗരവമില്ലാതെ ആ ഖുർആൻ എടുക്കുകയും. മനുഷ്യന്മാർക്ക് വല്ലാതെ ഏൽക്കുന്ന ഒരു ലഹരിയാണ് മതങ്ങൾ എന്ന് പറയുന്നത്. അത് ഇസ്ലാം മതമാകട്ടെ, മുസ്ലിം മതമാകട്ടെ, ക്രിസ്ത്യൻ മതമാകട്ടെ, എല്ലാം ഒരു തരം ലഹരിയാണ്. അത് കൃത്യമായ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മതമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിശ്വാസത്തിൽ അത് അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ആളുകൾക്കും മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുറച്ചധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കാണണം എന്ന് ഞാൻ അപേക്ഷിക്കണം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് നല്ല കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ടി ഫാമിലി എല്ലാവർക്കും അറിയുന്ന ഒരു ഫാമിലി വ്ളോഗിങ് യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് നമുക്കറിയാം ഷെഫി ഷെമി, അങ്ങനെ 2 ദമ്പതികൾ. ഇവരെ കുറിച്ച് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെഫി ഷെമി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രിയങ്കരന്മാരായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഷെഫി ഭർത്താവ്, ഭാര്യയേക്കാൾ പ്രായം കുറവുള്ള ഒരു ഭർത്താവും ഷെമി ഭർത്താവിനേക്കാൾ പ്രായം കൂടുതലുള്ള ഒരു ഭാര്യയുമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം ആളുകളും ഇവരുടെ ന്യൂസ് കാര്യങ്ങളെല്ലാം കേൾക്കാനും ഇവരുടെ അപ്ഡേഷൻസ് അറിയാനും താല്പര്യപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, നിക്കാഹ് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷെമി അവളുടെ ഭർത്താവ് ഷെഫി കൊടുത്തിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ മഹർ കൊടുത്ത കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തില് ഒരു മഹറായിട്ട് ഷെമിക്ക് കൊടുത്തത്, ഭാര്യ ഭർത്താവിന് കൊടുത്തത് ഒരു ഖുർആനായിരുന്നു. അപ്പൊ ആ ഒരു ഖുർആന് ഷെമിക്ക് കൊടുത്തതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മള് മഹർ കാണിക്കുകയാണ്. മഹർ എന്തൊക്കെയാണ് ഷെമിയെ കാണിക്കുന്നത്? ആ മുഹൂർത്തങ്ങളൊക്കെ അറിയാലോ, മൊത്തം ബ്ലോക്കായ സമയമാക്കുന്നത് അറിയാലോ. അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ കാണിക്ക്. അപ്പൊ എടുക്കേ സാധനം എടുക്കും. ഞാൻ ഒന്ന് എടുത്തിക്കുന്നു കേട്ടോ മുസ്താഫ് കാണിക്കാൻ വേണ്ടിട്ട്. ഈ ഒരു ഖുർആനാണ് തന്നത്. ഇത് ദിവസവും ഞാനൊരു ഇത് ഓതണം എന്നാണ് എന്നോട് എല്ലാവരും പറയല്. പക്ഷെ മാക്സിമം ഞാന് പിന്നെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഓതാൻ പറ്റും ശ്രമിക്കലുണ്ട്. എന്നാലും ഒരു പേജെങ്കിലും ഓതാൻ എപ്പോഴും ഇതാക്കണം. ഞാൻ ഓതി ഇവിടെ എത്തിച്ചിരിക്കണം. ഇത് ഫസ്റ്റ് അല്ല കേട്ടോ, കൊറേ വട്ടം റിട്ടേൺ ആയിട്ട് ഇവിടെത്തി. പിന്നെ ഇത് എത്രാം തട്ടം ഓതി ഇവിടെത്തി അതൊക്കെ അറിയില്ല. അതിലാണ് ഞാൻ വെച്ചില്ലതാ. ഇങ്ങനെ മടക്കി വെച്ച് ഈ ഒരു പേജിൽ അങ്ങോട്ട് ഇനി ഓതാനുള്ളതാ. അങ്ങനെ ഞാൻ മാക്സിമം ശ്രമിക്കാണ്ട് ഇതായിരുന്നു മഹർ തന്നത്. പക്ഷേ ഷെഫി എനിക്ക് കുറച്ച് വലിയ അക്ഷരമായിക്കൂടായിരുന്നു. ഇപ്പൊക്ക് കാണുന്നില്ല. എത്ര ചെറുതാലിക്ക് കാണും കേട്ടോ. അത്ര ചെറുതൊന്നല്ല, എന്നാലും തന്നെ വാങ്ങി. അത് മടവൂര് മക്കാമി പോയി കേട്ടു. കാരണം ഇത്രയും വലിയ സംഭവമല്ലേ അങ്ങനല്ല, എല്ലാവരും എതിരല്ലേ. അപ്പൊ പിന്നെ എല്ലാവരും മീൻസ് കുറെ പ്രശ്നങ്ങൾ തരണം ചെയ്യണല്ലോ. അപ്പൊ ഞാന് ഒന്ന് ഏറ്റവും ടോപ്പ് ലെവലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ച്, ഇത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ച്. അങ്ങനെ അപ്പൊ ഞാൻ പിന്നെ കുറച്ച് ഒരു മക്കാമോ അതിനൊക്കെ ആയിട്ട് പോയി. നമുക്ക് അങ്ങനെയാണല്ലോ, പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ എല്ലായിടത്തേക്കും പോയി പഠിച്ചവനോട് കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യല്ലേ. നല്ല വിവരമൊക്കെ ഉണ്ട്. അങ്ങനത്തെ പിന്നെ നമ്മളെ മതപരമായിട്ടൊക്കെ ഒന്നും പുറത്തെടുക്കൂലെന്ന് കാലത്ത് നടക്കണമെന്നൊന്നും നോക്കണ്ട. അപ്പൊ ഇതായിരുന്നു മുസാഫ്. ഇതിന്റെ പുറമൊക്കെ മാനു പോയിക്കിന് 4 വർഷമായല്ലോ. കുറച്ചായല്ലോ. അപ്പൊ ഏതായാലും ഉപയോഗിക്കുന്നതും കൊണ്ടാണ് അങ്ങനെ മൈന് പോകുന്നത്. ഉപയോഗിക്കാണ്ട് വെച്ചേക്കാണ് മൈന് പോകില്ലല്ലോ. അതിന്റെ ഒക്കെ വർക്കത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ഷെമി വളരെയധികം സ്നേഹത്തോടു കൂടെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഖുർആൻ എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാ ദിവസവും ഖുർആനിലെ ഓരോ പേജെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യം. ഇന്നത്തെ കാലത്തൊക്കെ ഖുർആൻ മഹറാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് നിന്ന് മാത്രമല്ല, പണ്ടുള്ള കാലത്തും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പണ്ടൊക്കെ നബിന്റെ അടുത്തേക്ക് ഓരോ ആളുകൾ മഹറില്ല
കല്യാണം കഴിക്കാൻ, നിക്കാഹ് കഴിക്കാൻ എന്ന് പറയുമ്പോൾ നബി പറഞ്ഞിരുന്നത്, നിനക്കൊരായത്തെങ്കിലും അറിയുമെങ്കിൽ നീ ഒരു ആയത്ത് നീ കെട്ടാൻ പോകുന്ന ഭാര്യയ്ക്ക് മഹറായിട്ട് നീ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. അത്രയും മഹത്തരമുള്ള ഒരു കാര്യമാണ് ഖുറാന്, അതുപോലെ തന്നെ ഖുറാനിലെ വരികൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഷെഫി ഷമി ഈ ഒരു കാര്യത്തിൽ അവരെ ചെയ്തത് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ടിട്ട് ഒരു ഇക്കാക്ക, അത്യാവശ്യം എൻ്റെ ഒരു ഉപ്പാൻ്റെയൊക്കെ പ്രായം വരുന്ന ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസഫ് എന്നാണ്, വോയിസ് ഓഫ് യൂസഫ് എന്ന് പറഞ്ഞൊരു വീഡിയോക്കകത്ത് ഇതിനെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഈ ഷെഫി ഷെമിൻ എന്ന് പറയുന്ന ഇവര് പരിശുദ്ധമായ ഒരു നിക്കാഹ് കഴിച്ചിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും, അല്ലേ? എന്നാൽ പിന്നെ അവർ ചെയ്യേണ്ടത്, അവർ ഫാമിലി വ്ളോഗ് ചെയ്യട്ടെ, ഞാൻ അതിന് എതിർക്കുന്നില്ല. അത് അവർക്ക് മനം മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് പിന്മാറേണ്ടത്. പക്ഷെ അത് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ വിശുദ്ധ ഖുർആനെ ഒക്കെ പിടിച്ചിട്ട് നിങ്ങൾ വൾഗറായിട്ടുള്ളൊരു സംഭവം കണ്ടില്ലേ? കാരണം ഇവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ ഒക്കെ അവസാനിച്ച് തുടങ്ങി അവരുടേത്. ഇപ്പൊ അവർ വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ വളരെ എന്താ പറയുക, ഇംഗ്ലീഷ് എന്തൊക്കെയോ പല ആക്ഷനുകളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഷെഫി തന്റെ വ്ളോഗുകൾ ആരംഭിക്കുന്നതിന്. നിങ്ങൾ നോക്കൂ, ഞാൻ വെറുതെ പറയുന്നില്ല, ടെൽ മീ വെൽക്കം ടു ചാനൽ മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആഭാസകരമായി കാട്ടിക്കൂട്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഞങ്ങളുടെ നിക്കാഹ്, അതാണ് നിക്കാഹിന്റെ ഏതോ ഒരു എന്താ പറയാ ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി, ആ ആനിവേഴ്സറിയിൽ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് പറയുന്നുണ്ട് എന്ത്, ഇതാ ഞാൻ ഇത് ഇങ്ങനെ ഒരു പേജെങ്കിലും ഓതും. അപ്പൊ അതിന് ഈ ഷെഫി മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ആ 2-3 പ്രാവശ്യം ആ ഖുർആൻ ഒരു നമ്മളൊക്കെ വീട്ടിലുള്ള ഒരു നോവൽ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ പിള്ളേർ ബാലരമ കളിക്കുടുക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ വളരെ നിസ്സംഗമായ ഭാവത്തിൽ വളരെ ഗൗരവമില്ലാതെ ആ ഖുർആൻ എടുക്കുകയും എന്നിട്ട് ഇങ്ങനെ തന്റെ മടിയിൽ വെച്ച് അതൊന്നിങ്ങനെ മലർത്തുകയും എന്നിട്ട് വീണ്ടും അത് അവിടെ അതിനങ്ങനെ വളരെ പുച്ഛമായി വെക്കുകയും. നോക്കണം, അള്ളാഹുവിന്റെ ഈ വിശുദ്ധ കലാമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, പരിശുദ്ധതയോടുകൂടെ അല്ലാതെ, പരിശുദ്ധമായ സാഹചര്യത്തിലല്ലാതെ ആ ഖുർആനെ നിങ്ങൾ തൊട്ടുപോകരുത്. ഇന്നഹു ലഖുർആനും കരീം, ഇത് മാന്യമായിട്ടുള്ള അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ഇൻദദിൽ ഹർഷിൽ മജീദ്, അള്ളാഹുവിന്റെ അർശിൽ നിലകൊള്ളുന്ന വചനങ്ങളാണ്. ഫീ കിതാബിൻ മക്നൂൻ, ഇത് എഴുതപ്പെട്ട ഒരു പ്രത്യേക രേഖയാണ് അവിടെ ഉണ്ടത്. ഫീ ലൗഹിൻ മഹ്ഫൂദ്, അള്ളാഹുവിന്റെ ലൗഹിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന് പല പല പ്രത്യേകതകളുമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മഹാനായ അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മരണരോഗം എത്തിയപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാത്ത എല്ലാ ഗ്രന്ഥങ്ങളും തന്റെ മുറിയിൽ നിന്ന് മാറ്റിവെച്ചതായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബഹുമാനത്തോടുകൂടെ അള്ളാഹുവും അവന്റെ റസൂലും അവൻ ബഹുമാനിച്ചു, അവൻ ആ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തെ ബഹുമാനിച്ചു, പിൽക്കാലത്ത് നമ്മളെല്ലാവരും ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രത്യേകത അത്ഭുതമാണ്. ഒരു വിശ്വാസിക്ക് അത് നെഞ്ചോട് അണച്ചു പിടിക്കേണ്ട ഒന്നാണ്. അത് അതിനുള്ളത് പകർത്തി ജീവിക്കേണ്ടതാണ്. അത് നമ്മുടെ ഭരണഘടനയാണ്. അപ്പോഴാണ് ഈ സ്ത്രീ ചെയ്യുന്നത്, ആ സ്ത്രീയും പുരുഷനും കൂടെ ഒരു കളിക്കുടുക്കയുടെ എന്ന് പറഞ്ഞാൽ ഒരു ബാലരമയുടെ ഗൗരവം പോലും കൊടുക്കാതെ ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടും ഞാൻ അത് ഓതും, ഞാൻ ഇത് ഓതും, ഞാൻ മറ്റേത് ഓതും, ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കാൻ നോക്കണം. അപ്പൊ ചോദിക്കുക, എന്താ കാക്ക അവരങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റ്? ഇതാണല്ലോ പിന്നെ ചോദിക്കുക. ഞാൻ പറയുന്നത് ആ സ്ത്രീയുടെ ഗുഹ്യഭാഗം വെളിപ്പെട്ടിരിക്കുന്നു. ആ ഗുഹ്യഭാഗം വെളിപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ വെളിപ്പെട്ടത് മുഴുവനും ടെലികാസ്റ്റ് ചെയ്ത് ആ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ സ്ത്രീയുടെ കൈയൊക്കെ മുട്ടിന് താഴെയായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരുടെ മുൻകൈയും മുഖവും ഒഴിച്ച് അന്യപുരുഷന്മാർക്ക് കാണരുത്. അതോടൊപ്പം തന്നെ അവരെ ആ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടുള്ള സംസാരം വിശുദ്ധ ഖുർആൻ പിടിച്ചിട്ട് എന്തുമാത്രം പര്യാസ്യമാണ് ഇതൊക്കെ. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വ്ളോഗ് ചെയ്തോളൂ, നിങ്ങൾ ഫാമിലി വ്ളോഗോ എന്തോ ചെയ്തോളൂ, പരമാവധി നിങ്ങൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അത് ചെയ്യൂ. അതിന്റെ പേരിലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് റീച്ചൊക്കെ ഉണ്ടാകും, ഇല്ലാതിരിക്കുകയൊന്നുമില്ല. ഇത് വിശുദ്ധ ഖുർആനോട് നിങ്ങൾ കളിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം. കാരണം അതിന്റെ ഉള്ളിലിരിക്കുന്ന കാമ്പുകളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളാവട്ടെ അതിന്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല. നിങ്ങളുടെ തലമുടി പകുതിയിലേറെ പുറത്താണ്. സ്ത്രീകളുടെ ശബ്ദത്തിൽ പിശാചുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആ ശബ്ദം മുഴുവനും ടെലികാസ്റ്റ് ചെയ്ത് ലോകത്ത് മുഴുവൻ കേൾപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഭർത്താവിനോടത്ത് കൊഞ്ചിക്കുഴയുന്ന രംഗങ്ങൾ മുഴുവനും ദിവസം പ്രതി മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മാത്രമല്ല അതിന്റെ കുറ്റക്കാര്, അത് കാണുന്ന നമ്മളുമുണ്ട്. അപ്പൊ ചോദിക്കും, കാക്ക നിങ്ങൾ കണ്ടിട്ടല്ലേ, കാക്ക നിങ്ങൾ കണ്ടിട്ടല്ലേ എന്ന് ചോദിക്കും. ഞാൻ കാണുന്നത്, ഞാനും ഈ ലോകത്ത് ജീവിക്കുന്നവനാണ്.
ഞാനും ഒരു വ്ളോഗറാണ്, അതുപോലെ തന്നെ ഞാനും സ്വാഭാവികമായിട്ട് യൂട്യൂബും വാട്സപ്പും ഒക്കെ നോക്കുന്നവൻ തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ വരുമ്പോൾ ഇത് കാണും. അതിനെ ഞാൻ അതാ ഉത്ബോധനത്തിലൂടെ ഞാൻ ജനങ്ങളോട് പറയുന്നു. അത്രമാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ നോക്കണോ. അപ്പോൾ അള്ളാഹു ഒരു സ്ത്രീയുടെ എല്ലാ ഭാഗങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ, ഞാൻ നേരത്തെയൊക്കെ പറയാറുള്ളത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതളത്തിൽ സ്ത്രീകൾ വരാറുണ്ട്. അത് വളരെ. അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് ഷെഫിനെയും ഷെമിനെയും വളരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഖുറാനിനെ അവര് എടുക്കുന്ന രീതിയും അതുപോലെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്ത രീതിയൊക്കെ കളിക്കുടുക്ക പോലെയാണോ, ബാലരമ പോലെയാണോ നിങ്ങൾ ഖുറാൻ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം ഞാൻ കണ്ട സമയത്ത് എന്താപ്പത് ഇത്ര ചോദിക്കാൻ മാത്രം എന്നൊക്കെ എനിക്ക് തോന്നി. കാരണം ഖുറാൻ കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ, എന്തിനാണ് ഇങ്ങനെ മോശമായ രീതിയിലൊക്കെ ഇതിനെ കാണുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഞാൻ വീഡിയോ മൊത്തത്തിൽ കണ്ട സമയത്താണ് ആർക്കാണെങ്കിലും മതത്തെ സ്നേഹിക്കുന്ന, ഖുറാനിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഖുറാനെ എടുക്കുന്ന സമയത്ത് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് സ്ത്രീകളാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലും അംഗീകൃതമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അല്ലായിരിക്കാം. കാരണം സ്ത്രീകൾക്ക് പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ആളുകളുടെ മുന്നിൽ നിൽക്കാനൊന്നും പാടില്ല എന്നാണ് ഖുറാൻ പറയുന്നത്. അതിന് ഖുറാൻ പറയുന്നതിന് അല്ലെങ്കിൽ നമ്മൾക്ക് ഇസ്ലാം മതം പഠിപ്പിച്ചതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും ഇസ്ലാമിക പരമായിട്ടൊരു വീക്ഷണം മുന്നിൽ കൊണ്ടുവെക്കാൻ മാത്രമൊന്നുമുള്ള അറിവ് ഈ എളിയവൾക്ക് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാനൊരു വിഷയം വിടുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നബിന്റെ അടുത്തേക്ക് മലക്കുകൾ വരാറുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ജിബ്രീൽ നബിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് നബി മാത്രമേ കണ്ടുള്ളൂ. ആയിഷ ബീവിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആയിഷ ബീവി എന്ത് ചെയ്തില്ല, നബിന്റെ അടുത്തേക്ക് വന്ന മലക്കിനെ കണ്ടില്ല. അപ്പോൾ നബി ചോദിക്കായിരുന്നു. അപ്പം ആയിഷ ബീവിക്ക് തോന്നുകയാണ് നബിന്റെ അടുത്തേക്ക് മലക്ക് വരുന്ന സമയത്ത് എനിക്കും കാണണമെന്നുള്ളത്. പക്ഷെ അപ്രാവശ്യം ആ ഒരു സമയത്ത് മലക്ക് നബിന്റെ അടുത്തേക്ക് വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആയിഷ ബീവിന്റെ മുടി കുറച്ച് പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളാകുമ്പോൾ ഔറത്ത് മറച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പൊ ഖുർആൻ ആവട്ടെ എന്ത് വിശുദ്ധ കാര്യങ്ങളും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഹദീസ് ഉള്ളത് തന്നെ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്ത്രീകളാകുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂസുഫ്ക പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുക്കുന്ന സമയത്ത് ഷെഫിയുടെ തലയിൽ ശരിക്കും ഷോളില്ല, അതുപോലെ തന്നെ കൈകളെല്ലാം മറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും മാത്രമേ ഔറത്തുള്ളൂ, ഔറത്തല്ലാത്തതുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നിസ്കരിക്കുന്ന സമയത്ത് മുഖവും മുൻകൈയും മാത്രമേ സ്ത്രീയുടെ കാണാൻ പാടുള്ളൂ, അല്ലാത്തൊന്നും പുറത്ത് കാണാൻ പാടില്ല എന്നുള്ളത്. അത് അല്ലാത്ത സമയത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും ഈ കൈകളും അതുപോലെ തന്നെ മുടിയൊക്കെ കാണുന്ന സമയത്ത് അതെടുത്തതിനെ യൂസുഫ്ക വിമർശിക്കുന്നുണ്ട്. അപ്പൊ അത് ആത്മാർത്ഥമായിട്ടാണ് വിമർശിച്ചത് എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതല്ല ചുമ്മാ ഒരു സംസാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് യൂസുഫ്ക പറഞ്ഞതാണെങ്കിലും തെറ്റാണ്. പക്ഷേ എന്താണെങ്കിലും ഞാൻ ഇതിനെ രണ്ട് ആംഗിളിൽ നിന്ന് കാണുന്നു. ഒന്നാമത് അതിൽ ഷെമിക്ക് കൊടുത്ത ഗിഫ്റ്റ് അതെന്താണെങ്കിലും അത്രയും അമൂല്യമുള്ള ഒരു കാര്യമാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക്, ചെറിയ ചിന്തയുള്ള ആളുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റാണ് ഖുർആൻ. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറേ പേരൊക്കെ ഖുർആനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ 4 വർഷങ്ങൾക്ക് മുന്നേറുന്ന അവരുടെ നിക്കാഹ് എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ ഖുർആൻ മഹറായിട്ട് കൊടുക്കുക, അതും അതിന്റെ പിറകിൽ ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഷെഫി പറയുന്നുണ്ട്. അതായത് അവരുടെ നിക്കാഹ് അത്രയും പ്രശ്നത്തിലായിരുന്നു. ആ സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. കാരണം ഈ ഒരു നിക്കാഹ് കഴിയുമ്പോൾ പടച്ചവന്റെ തണൽ കൂടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവർ നിക്കാഹ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും സ്നേഹത്തിന്റെ ദൃഢബന്ധമായിട്ട് ആ ഒരു ഖുർആൻ അവരുടെ ഇടയിലുണ്ട്. അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പക്ഷെ യൂസുഫ്ക പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഷെമി ഇത് അറിഞ്ഞിട്ട് ചെയ്തതാവില്ല. അത് എന്താണെങ്കിലും അത് പടച്ചവൻ പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ, ക്ഷമിച്ചു കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ മനഃപൂർവ്വം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അത് ആരാണെങ്കിലും കുറച്ചധികം മതബോധമുള്ള ഒരാളാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അത് ആരാണെങ്കിലും അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. ഇത്രയൊന്നും പറയാനുള്ളൊരു വിവരമോ അതല്ലാന്നുണ്ടെങ്കിൽ അർഹതയോ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല. അപ്പം എന്താണെങ്കിലും ഇത് കാണുന്ന പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെന്നോട് ക്ഷമിക്കണം. ഞാനിത് കണ്ടപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും താഴെ രേഖപ്പെടുത്തൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ.